തിരഞ്ഞെടുപ്പുകളെ നമ്മൾ സാധാരണ കാണുന്നത് ഒരു മത്സരമായിട്ടാണ് അല്ലേ? ആരാണ് ജയിക്കുന്നത്, ആരാണ് തോൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു പോരാട്ടം. പക്ഷേ ഇന്ന് നമുക്കതിനപ്പുറത്തേക്കൊന്ന് നോക്കാം. ഒരു മണ്ഡലത്തെ, അവിടുത്തെ മനുഷ്യരെ, അവരുടെ യഥാർത്ഥ ആവശ്യങ്ങളെ കണക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ എങ്ങനെ ശരിയായി മനസ്സിലാക്കാം എന്ന് പരിശോധിക്കാം. ഇത് വെറുമൊരു രാഷ്ട്രീയ വിശകലനമല്ല, മറിച്ച് ജനങ്ങളെ കേന്ദ്രബിന്ദുവാക്കി മികച്ചൊരു ഭരണം എങ്ങനെ രൂപപ്പെടുത്താമെന്നതിന്റെ ഒരു രൂപരേഖയാണ്. നമുക്ക് തുടങ്ങാം. നമ്മുടെ പഠനകേന്ദ്രം തലശ്ശേരിയാണ്. കണ്ണൂർ ജില്ലയിലെ ഈ തീരദേശ മണ്ഡലത്തിന് അതിൻ്റേതായ ചരിത്രവും സംസ്കാരവുമെല്ലാമുണ്ട്. പക്ഷേ ഏതൊരു നാടിന്റെയും യഥാർത്ഥ ഹൃദയമിടി പറയണമെങ്കിൽ നമ്മൾ അവിടുത്തെ സാമൂഹിക ഘടനയിലേക്കും സാമ്പത്തിക സമ്മർദ്ദങ്ങളിലേക്കും രാഷ്ട്രീയ ചലനങ്ങളിലേക്കും ആഴത്തിൽ നോക്കണം. കാരണം ഇവയെല്ലാം ചേർന്നാണ് അവിടുത്തെ ഓരോ മനുഷ്യന്റെയും ജീവിതം ഓരോ ദിവസവും രൂപപ്പെടുത്തുന്നത്. ഇതാണ് നമ്മുടെ ഈ വിശകലനത്തിന്റെ ഒരു വഴി. നമ്മൾ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടങ്ങി ഡേറ്റയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഭരണത്തിന്റെ ഒരു പുതിയ മാതൃക എങ്ങനെയായിരിക്കണം എന്നതിലേക്ക് എത്തിച്ചേരും. ഏതൊരു രാഷ്ട്രീയ വിശകലനത്തിന്റെയും തുടക്കം എപ്പോഴും മണ്ണിൽ നിന്നായിരിക്കണം, അവിടുത്തെ ജനങ്ങളിൽ നിന്നും, അവരുടെ ഉപജീവന മാർഗങ്ങളിൽ നിന്നും. കാരണം എന്താന്ന് വെച്ചാൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ പശ്ചാത്തലമൊരുക്കുന്നത്. 2011 സെൻസസ് പ്രകാരം തലശ്ശേരിയുടെ സാമൂഹിക ഘടന നോക്കൂ, വളരെ വൈവിധ്യപൂർണമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പട്ടികജാതി പട്ടികവർഗ ജനസംഖ്യ വളരെ കുറവാണെന്നതാണ്. അതുകൊണ്ടുതന്നെ ഇവിടത്തെ രാഷ്ട്രീയ സംവാദങ്ങൾ സംവരണത്തെ ചുറ്റിപ്പറ്റിയല്ല നടക്കുന്നത്, മറിച്ച് വിവിധ സമുദായങ്ങളുടെയും സാമ്പത്തിക വിഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങളെയും ആശങ്കകളെയും അടിസ്ഥാനമാക്കിയാണ്. ഇത് ഇവിടത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെയാണ്. തലശ്ശേരിയിലെ ഒരുപാട് വീടുകളുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ ഗൾഫാണ്. അവിടെ ജോലി ചെയ്യുന്നവർ അയക്കുന്ന പണം ഇവിടുത്തെ വിപണിയെ സജീവമാക്കുന്നു, കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഗൾഫ് മേഖലയിൽ ചെറിയൊരു സാമ്പത്തിക അനിശ്ചിതത്വമുണ്ടായാൽ, അല്ലെങ്കിൽ അവിടെ തൊഴിൽ നഷ്ടങ്ങളുണ്ടായാൽ അതിന്റെ അലയൊലികൾ ഇവിടെയുള്ള കുടുംബങ്ങളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് പ്രവാസമെന്നത് ഒരു വരുമാനമാർഗം മാത്രമല്ല, ഈ നാടിന്റെ വൈകാരികവും സാമ്പത്തികവുമായ ജീവനാടി തന്നെയാണ്. ജനങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരുപക്ഷേ ഇതാണ്: വിലക്കയറ്റം. ഈ 5.9% എന്ന പണപ്പെരുപ്പ് നിരക്ക് ഒരു വെറും കണക്കല്ല, അത് ഓരോ ദിവസവും നമ്മുടെ അടുക്കള ബജറ്റിലുണ്ടാക്കുന്ന സമ്മർദ്ദമാണ്. സാധാരണക്കാരന്റെ കയ്യിലുള്ള പണത്തിന്റെ വിലയില്ലാതാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാമ്പത്തിക സമ്മർദ്ദമാണ് ജനങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിരന്തരവുമായ ഒരു പ്രശ്നം. അപ്പോൾ ഇതാണിതിന്റെ കാതൽ. നമ്മളീ കാണുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശവുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ അവരുടെ അറിവോടും സമ്മതത്തോടും കൂടി ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നതും ആ അന്തസ്സിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ശരി, ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്കിനി തെരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് വരാം. ചിലപ്പോൾ അക്കങ്ങൾക്ക് വാക്കുകളേക്കാൾ വ്യക്തമായി സംസാരിക്കാൻ കഴിയും. തലശ്ശേരിയിലെ വോട്ടർമാർ നൽകുന്ന 3 പ്രധാനപ്പെട്ട സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സൂചന വളരെ വ്യക്തമാണ്. ഭരണകക്ഷിയായ LDFന് മണ്ഡലത്തിൽ ശക്തമായൊരു അടിത്തറയുണ്ട്. 2016 നിന്ന് 2021 എത്തിയപ്പോൾ അവരുടെ വോട്ട് വിഹിതം 53% നിന്ന് 61% മുകളിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഇത് അവരുടെ സ്വാധീനം കൂടിവരുന്നതിന്റെ വ്യക്തമായ തെളിവാണ്. എന്നാൽ ഡേറ്റയുടെ അടുത്തൊരു തലം പരിശോധിക്കുമ്പോൾ ചിത്രം കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. വോട്ട് വിഹിതം കൂടിയെങ്കിലും പോളിംഗ് ശതമാനം 2016 79.4 നിന്ന് 2021 75.8 കുറഞ്ഞിരിക്കുന്നു. ഇതൊരു ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ ഒരു ശക്തി കേന്ദ്രത്തിൽ പോലും വോട്ട് ചെയ്യാനെത്താത്തവരുടെ എണ്ണം കൂടുന്നത് ഒരുതരം നിശബ്ദമായ തളർച്ചയുടെയോ നിലവിലെ വ്യവസ്ഥയിലുള്ളൊരു അതൃപ്തിയുടെയോ സൂചനയായിരിക്കാം. ഇതിനെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ സൂചന വികസനത്തെക്കുറിച്ചുള്ള 2 കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഒരു വലിയ അന്തരമാണ്. ഒരു വശത്ത് തലശ്ശേരി മാഹി ബൈപ്പാസ് പോലെ വലിയ പുറമേ കാണാവുന്ന വികസന പദ്ധതികൾ, മറുവശത്ത് ജനങ്ങൾ ദിവസവും യാത്ര ചെയ്യുന്ന കുണ്ടും കുഴിയും നിറഞ്ഞ ചെറിയ റോഡുകൾ. വലിയ പദ്ധതികൾ പുരോഗതിയുടെ അടയാളമാകുമ്പോൾ തന്നെ തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ട്. മൂന്നാമത്തെ സൂചന ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് സുരക്ഷയെക്കുറിച്ചുള്ള ഒരു നിശബ്ദമായ നിലവിളിയാണ്. തെരുവുനായ്ക്കളുടെയും കാട്ടുപന്നികളുടെയും ആക്രമണം എന്നതിപ്പോൾ ഒരു സാധാരണ വാർത്തയല്ല. അത് ജനങ്ങളുടെ ജീവനും ഉപജീവനത്തിനും നേരെയുള്ള ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു. സ്വന്തം വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയക്കേണ്ടി വരുന്നുവെന്ന തോന്നൽ ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ വളരെ വലുതാണ്.
ഇനി നമുക്ക് ഈ ജനവിധിയുടെ രാഷ്ട്രീയ ഘടനയെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. വ്യക്തികൾക്കപ്പുറം ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ശക്തിയും ദൗർബല്യവും യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ്? ഭരണകക്ഷിയായ LDFന്റെ ശക്തി അതിന്റെ സംഘടനാ സംവിധാനവും സ്പീക്കർ പദവിയിലുള്ള MLAയുടെ പ്രതിച്ഛായയുമാണ്. പക്ഷേ ചില വിവാദങ്ങളും മണ്ഡലത്തിൽ വേണ്ടത്ര സമയം കിട്ടാത്തതും ഒരു ദൗർബല്യമായി കാണാം. മറുഭാഗത്ത് UDF സ്ഥാനാർത്ഥി ഒരു പ്രാദേശിക നേതാവാണ്. കഴിഞ്ഞ തവണ വോട്ട് വിഹിതം കൂട്ടാനും സാധിച്ചു. പക്ഷേ അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി വളരെ വലിയൊരു വോട്ട് വ്യത്യാസം മറികടക്കുക എന്നതാണ്. ഇത് വ്യക്തികൾ തമ്മിലുള്ളതിനേക്കാൾ സംവിധാനങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. മുൻകാല തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാകും. മത്സരത്തിന്റെ രൂപത്തിന്, അതായത് ജോമെട്രി ഓഫ് ദ കോണ്ടസ്റ്റിന് ഫലത്തിൽ നിർണായക പങ്കുണ്ട്. 2011ലും 2016ലും നടന്ന ത്രികോണ മത്സരങ്ങളിൽ LDFന് ലഭിച്ചത് 57%, 53% വോട്ടുകളാണ്. പക്ഷേ 2021ൽ മൂന്നാമതൊരു ശക്തമായ സാന്നിധ്യമില്ലാതായപ്പോൾ LDFന്റെ വോട്ട് 61.5% ഉയർന്നു. ഇതിനർത്ഥം ഒരു മൂന്നാം കക്ഷിയുടെ അസാന്നിധ്യം വോട്ടുകളുടെ ഏകീകരണത്തിന് കാരണമായി അത് നിലവിലെ ഭരണകക്ഷിക്ക് ഗുണകരമായി മാറിയെന്നു തന്നെയാണ്. രാഷ്ട്രീയത്തിനപ്പുറം സമൂഹത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കൂടി സംഭവിക്കുന്നുണ്ട്. അതിന് നമുക്ക് ക്ഷേമപ്രവർത്തനങ്ങളോടുള്ള മടുപ്പ് അഥവാ വെൽഫെയർ ഫറ്റീഗ് എന്ന് വിളിക്കാം. റേഷൻ, പെൻഷൻ പോലുള്ള അടിസ്ഥാന ക്ഷേമ പദ്ധതികൾ തീർച്ചയായും പ്രധാനമാണ്. എന്നാൽ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ തീരുന്നില്ല. അവർക്ക് വേണ്ടത് കേവലം സുരക്ഷാ വലയങ്ങൾ മാത്രമല്ല, മറിച്ച് വളർച്ചയ്ക്കുള്ള ഗോവണികളാണ്. മികച്ച വിദ്യാഭ്യാസം, നല്ല ആശുപത്രികൾ, പുതിയ തൊഴിലവസരങ്ങൾ, ഇതാണ് പുതിയ തലമുറയുടെ ആവശ്യം. ഇനി നമുക്ക് ഈ മണ്ഡലത്തിലെ ഓരോ കോണിൽ നിന്നും ഉയരുന്ന യഥാർത്ഥ പരാതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുനിസിപ്പാലിറ്റി മുതൽ ഗ്രാമപഞ്ചായത്തുകൾ വരെ ജനങ്ങളെ ശരിക്കും അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കൂ. ഇത് വെറും പരാതികളുടെ ഒരു ലിസ്റ്റല്ല, ഇതൊരു പാറ്റേണാണ്. നഗരത്തിലെ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും, ഗ്രാമങ്ങളിലെ കുടിവെള്ളക്ഷാമവും റോഡുകളുടെ അവസ്ഥയും, ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ പോരായ്മകളും, ഇവയെല്ലാം ചേർന്ന് ഒരേ ഒരു ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് വ്യവസ്ഥാപിതമായൊരു പരിഹാരം കാണുന്നതിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ തിരിച്ചറിയൂ, ഡേറ്റ വിശകലനം ചെയ്തു. ഇനി അടുത്ത പടി ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നതാണ്. ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യക്ഷമവും ജനങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കുന്നതുമായ ഒരു ഭരണ സംവിധാനത്തിന്റെ രൂപരേഖ നമുക്കെങ്ങനെ തയ്യാറാക്കാം? ഒരു സമ്പൂർണമായ ഭരണതന്ത്രത്തിന് 4 പ്രധാന ഘടകങ്ങൾ ആവശ്യമാണ്. 1. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിലക്കയറ്റം, സുരക്ഷയില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ നിലവിലെ ഭരണത്തിന്റെ വീഴ്ചകളെ ശക്തമായി വിമർശിക്കുക. 2. മതേതരത്വത്തിലും ക്ഷേമത്തിലും അധിഷ്ഠിതമായ സ്ഥിരത ഉറപ്പു നൽകുക. 3. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വികസനം കൊണ്ടുവരുന്നതിനും നൂതനമായ പുതിയ ആശയങ്ങൾ മുന്നോട്ടുവെക്കുക. 4. എല്ലാത്തിനുമുപരി ജനങ്ങൾക്ക് സുരക്ഷ നൽകുമെന്ന ഉറച്ച പ്രതിബദ്ധത പ്രകടിപ്പിക്കുക. ഈ 4 ചേരുമ്പോഴാണ് ഒരു സമഗ്രമായ കാഴ്ചപ്പാടുണ്ടാകുന്നത്. ഒരു നല്ല തന്ത്രം കടലാസിൽ മാത്രം പോരാ, അത് താഴെത്തട്ടിൽ പ്രാവർത്തികമാക്കണം. ഉദാഹരണത്തിന്, ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു പ്രാദേശിക നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഒരു തന്ത്രപരമായ തീരുമാനമാണ്. ജനങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നത് വിശ്വാസം നേടിയെടുക്കാനുള്ള വഴിയാണ്. അതേസമയം യുവ വോട്ടർമാരിലേക്കെത്താൻ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്നതും തെരഞ്ഞെടുപ്പ് ദിവസം പരമാവധി പേരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നതും പ്രവർത്തനപരമായ കാര്യങ്ങളാണ്. തന്ത്രവും പ്രവൃത്തിയും ഇങ്ങനെ ഒരുമിച്ച് പോകണം. ഏതൊരു ഭരണ സംവിധാനത്തിന്റെയും ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്താണ്? അത് ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നേടിയെടുക്കുന്നത് ഉത്തരവാദിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിക്കണം, വ്യക്തമായ സമ്മതം വാങ്ങണം. ഇങ്ങനെ സുതാര്യമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ശാശ്വതമായ ഒരു വിശ്വാസം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം ഒരു തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് മാത്രമല്ല, അതിനപ്പുറം ഭരണത്തെ ജനങ്ങളും ഭരണാധികാരികളും തമ്മിലുള്ള ഒരു യഥാർത്ഥ പങ്കാളിത്തമാക്കി മാറ്റുക എന്നതാണ്. ഭരിക്കാനുള്ള അധികാരം നേടുന്നതല്ല, ഭരിക്കാനുള്ള അവകാശം നേടിയെടുക്കുകയാണ് പ്രധാനം. അപ്പോൾ തലശ്ശേരിയിലെ ജനങ്ങളുടെ മുന്നിലുള്ള തെരഞ്ഞെടുപ്പ് വ്യക്തികൾ തമ്മിലല്ല, 2 സംവിധാനങ്ങൾ തമ്മിലാണ്. 1. നിലവിലുള്ള അവസ്ഥ. 2. ജനങ്ങളുടെ ആവശ്യങ്ങളോട് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും പ്രതികരിക്കുന്ന ഒരു പുതിയ ഭരണമാതൃക. അത്തരമൊരു പുതിയ സംവിധാനമെന്നത് വെറുമൊരു വാഗ്ദാനമല്ല, മറിച്ച് ഡേറ്റയിലും വസ്തുതകളിലും അധിഷ്ഠിതവും ഓരോ പൗരന്റെയും അന്തസ്സിനെ മാനിക്കുന്നതുമായ ഒരു യഥാർത്ഥ പ്രതിബദ്ധതയാണെന്ന് തെളിയിക്കുക എന്നതാണ് ഏതൊരു നേതാവും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. If you want to become a people-centric leader and uplift your constituency,
Get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-4204-1602. Purpose Beyond Politics.